കൊച്ചിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നു. എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാതെ ഒരു നിരപരാധിയാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്ന ആളാണ്. അതായത് ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അത് ജീവിതയായാലും ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയായാലും. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന അയാൾ നിരപരാധിയാണെന്നാണ്. അത് തന്നെയാണ് ഇന്ന് കോടതിയിലൂടെ തെളിഞ്ഞപ്പോഴാണ് യാഥാർത്ഥ്യമാവുള്ളൂ. അതിന്ന് ആയിക്കഴിഞ്ഞു. അതിനകത്ത് ഗൂഢാലോചന ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്തായാലും ഗൂഢാലോചന ഉണ്ടെന്ന് പുള്ളി പറയുന്നു. അത് സത്യമാവട്ടെ. ആർക്കും നീതി നിഷേധിക്കപ്പെടരുത്. തീർച്ചയായിട്ടും ആർക്കും നീതി നിഷേധിക്കപ്പെടരുത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വാക്കുകളാണ് കേട്ടത്. ദിലീപിനൊപ്പം എന്ന് പറയാതെ പറയുന്ന പ്രതികരണമായിരുന്നു അത്. ആർക്കും നീതി നിഷേധിക്കപ്പെടരുത് എന്ന് പറയുമ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന കാര്യത്തിൽ ഒട്ടും ബോധേഡ് അല്ലാത്ത, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത സംഘടനകളുടെ ഒക്കെ പ്രതികരണം അങ്ങനെയാണ്. എല്ലാ സംഘടനകളുടെയും, സിനിമാ സംഘടനകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വീണ്ടും തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച്, ദിലീപിനെ വീണ്ടും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുന്നതിനെ കുറിച്ച്, ദിലീപ് വീണ്ടും ആക്റ്റീവ് ആവുന്നതിനെ കുറിച്ച്, അയാൾക്ക് നഷ്ടപ്പെട്ടത്, അയാൾക്കെതിരെ ഗൂഢാലോചന നടന്നോ, ഈ കാര്യത്തിലെല്ലാം വളരെ ആവേശത്തോടെ, ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എങ്ങനെ ഇയാളെ ഉൾപ്പെടുത്താം എന്നുള്ളതിന് ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അതിജീവിത 8 വർഷം പോരാടിയ പോരാട്ടമൊന്നും കാണാത്തതുപോലെയുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കൊച്ചി